ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30/7/2024 ചൊവ്വാഴ്ച നടന്ന ഖാദി ബോർഡ് LDCയുടെ ക്വസ്റ്റ്യൻസും അതുപോലെ PSC പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ്. നമുക്കറിയാം, നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും മുൻവർഷ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തു പോകുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യത്തേത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിലെ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി. നിവർത്തന പ്രക്ഷോഭം 1935 എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 ബാക്കി എല്ലാ ഓപ്ഷൻസും ശരിയാണ്. പാലിയം സത്യാഗ്രഹം 1947-48 നടന്നത്. പട്ടിണി ജാഥ വർഷം 1936 അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931-32 വർഷങ്ങളിലാണ്. രണ്ടാമത്തെ ചോദ്യം, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ്. ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത് 1599 മൂന്നാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ആണ് ശരി. ഒന്നാമത്തത് സത്യശോധക സമാജം ജ്യോതിറാവു ഫുലെ, നാലാമത്തത് ഹിതകാരിണി സമാജം വീരേശലിംഗം. ഇതിൽ ആര്യ സമാജം ആത്മറാം പാണ്ഡുരംഗ് തെറ്റാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുരംഗുമാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന പേര്? ഓപ്ഷൻ ഡി, ഗസ്റ്റപ്പോ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേരായിരുന്നു ഗസ്റ്റപ്പോ. ആറാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ നേതൃത്വത്തിൽ 2024 T20 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായ ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരി. 3 മാത്രം. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ഏഴാമത്തെ ചോദ്യം, ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയല്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഫോം ലൈൻ. എട്ടാമത്തെ ചോദ്യം, ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ആൻസർ. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. മുങ്കേഷ്പൂർ, ഡൽഹി. പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 4ഉം, അതായത് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകളാണ്. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അതുപോലെ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നതും നിംബസ് മേഘങ്ങളാണ്. ഇത് നമ്മൾക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഫിൽട്ടർ ചെയ്യാവുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരി. 12ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഇവിടെ ഡാമും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും അത്
സ്ഥിതി ചെയ്യുന്ന നദിയും നൽകിയിട്ടുണ്ട്. ഇതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരി. അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റിലാണ്. കൃഷ്ണ നദിയിലാണ് അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡാമുകളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ഏതെല്ലാം നദികളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും നോക്കി വെക്കേണ്ടതാണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ഇവയിൽ ശരിയായ ക്രമം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ്. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര എന്നിവയാണ് ക്രമം. സമുദ്രോൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതിനുശേഷം ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര, ഇവ മൂന്നുമാണ് ക്രമത്തിൽ ഇവിടെ നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. 14ാമത്തെ ചോദ്യം, 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. 3 പ്രസ്താവനകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇതിന്റെ ഓപ്ഷൻ ആൻസർ ഡി ആണ് കറക്റ്റ്. അതായത് 3 പ്രസ്താവനകളും ശരിയാണ്. RBIയെ ഒരു നിയന്ത്രണ സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക, സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുക, ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തുക. ഈ 3 പ്രസ്താവനകളും 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളാണ്. 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷം റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം, ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കേരളം മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ നീതി ആയോഗിന്റെ കണക്കുകൾ അനുസരിച്ച് ശരിയായ ക്രമം എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആണ്. 4ാം സ്ഥാനമാണ് ആന്ധ്രാപ്രദേശിന്. 16ാമത്തെ ചോദ്യം, 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. വളർച്ചാ ലക്ഷ്യം 5.6% ഇതിന് വളർച്ചാ ലക്ഷ്യം തന്നിരിക്കുന്നത് തെറ്റാണ്. ശരിയായ പ്രസ്താവനകളാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, അതുപോലെ പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, മെഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത്. 17ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്, 3 ശരിയല്ല. അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്, ശരിയാണ്. അതുപോലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്, അതും ശരിയാണ്. പിന്നെ റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കുറവായിരിക്കും എന്നതാണ് ശരിയായ പ്രസ്താവന. ഇവിടെ നൽകിയിരിക്കുന്നത് കൂടുതലായിരിക്കും എന്നാണ്, അത് തെറ്റാണ്. 18ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഇതിൽ ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബാക്കി 3 ഓപ്ഷൻസും ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കാർഷികോൽപാദന ക്ഷമത വർദ്ധിച്ചു. 19ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. ഇവിടെ 3 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. കോളം എയിൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മൂല്യം ഉള്ളത് തൃതീയ മേഖലക്കാണ്. പിന്നീട് ദ്വിതീയ മേഖലക്കും ഏറ്റവും കുറവ് മൂല്യമുള്ളത് പ്രാഥമിക മേഖലക്കുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്രാഥമിക മേഖല 21%, അതുപോലെ ദ്വിതീയ മേഖല 26%, തൃതീയ മേഖല 52.50% 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്.
ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 മുതൽ 51 വരെ വകുപ്പുകളാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതാണ് ഇതിലെ തെറ്റായ പ്രസ്താവന. ബാക്കി എല്ലാ പ്രസ്താവനകളും നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അവ ഏതെല്ലാം എന്ന് നോക്കാം. നിർദ്ദേശക തത്വത്തിന്റെ ആശയം കടമെടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ്. അതുപോലെ നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾക്ക് അർഹമല്ല.